Stegosaurus can grow around 8 to 9 meters long, 9 feet tall. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ജുറാസിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മളെടുത്ത ടിക്കറ്റിൽ ഈ ഒരു പാർക്കും ഇൻക്ലൂഡഡ് ആണ്. ബേസിക്കലി ഇതൊരു ഡൈനോസർ തീം പാർക്കാണ്. ആക്ച്വൽ ഡൈനോസറിൻ്റെ സൈസിലുള്ള റെപ്ലിക്കാസ്, പിന്നെ ഫോസിൽ എക്സിബിഷൻ, വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഈ ഒരു പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതായി കാണുന്നതൊക്കെയാണ് ഡൈനോസറിൻ്റെ ഫോസിൽ. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു റിസർച്ച് സെൻറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. Spinosaurus. I just Smaller animals take shelter on the ground. Meanwhile, ഡിനോസറിൻ്റെ കാലിൻ്റെ സൈസാണത്. എന്നൊരുള്ള ഡിനോസറിൻ്റെ ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കവറി ലാബാണ്. ഇവിടെ ഡിസ്കവറി ലാബ് റിസർച്ച് സെൻറ്റർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുക. ഇതിന് എന്തോ വളകുന്നുണ്ട്. ഡിനോസർ കുഞ്ഞെ കമ്മോട്ട്. ഇതാണ് എൻ്റെ റിസർച്ച് സെൻറ്റർ. കുറേ റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. Stegosaurus can grow around 8 to 9 meters long, 9 feet tall, and weigh around 3,100 kilograms in average weight. Jurassic Park. Is it good? Before one? ഇതിൻ്റെ സൈസൊക്കെ കറക്റ്റ് അതിൻ്റെ സൈസാണ്. പിന്നെ കുറേ മൂവൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവിടെ കാണുന്നവരാണ് മൂവ് ചെയ്യുന്നുണ്ട്. ഇതും മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതും ഒരു മനുഷ്യൻ്റെ സൈസുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിക്ക് ഉണ്ട്. ജുറാസിക് പാർക്ക് പക്ഷേ ബാക്കിൽ കുറേ ബിൽഡിംഗ് ഒക്കെ കാണുന്നതുകൊണ്ട് ഒരു ഫീൽ കിട്ടുന്നില്ല. ഞാനിതിവിടെ മൂവ് ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. പല പല ടൈപ്പ് ഡൈനോസേഴ്സിൻ്റെ ഇതുണ്ട്. ബേബി ഡൈനോസർ. എല്ലാ ഡൈനോസറും അതിൻ്റെ ഒറിജിനൽ സൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഭയങ്കര സൈസാണ്. ഇതാ പല വെട്ടിയുണ്ട്. മറ്റേ ജിറാഫിനെ പോലെയുണ്ട്. ജിറാഫ് ഇത്ര വലുതല്ല. ജിറാഫ് ഭയങ്കര കുഞ്ഞ. അച്ഛാ അമ്മ ഇത് ജിറാഫല്ല. സൗണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു 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 കുട്ടികളാണ് ഇവിടെ.
ജിറാഫിലും ജുറാസിക് വേൾഡിൻ്റെ ജുറാസിക് പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജിറാഫ് പാർക്കല്ലേ ഇതിലൊക്കെ പോട്ടെ. ഇത് ജിറാഫ് പാർക്ക്. ഇത് എന്താ ചെയ്യുന്നത്? 4 മടങ്ങ് എക്സ്പെൻഡിച്ചർ. സോംബിൻ്റെത് അതിലുണ്ടോ? ഇല്ല. ജപ്പാൻ റിലേറ്റഡ് ഗെയിംസും നമ്മളിപ്പോൾ ജുറാസിക് പാർക്ക് കണ്ടു. ഇനിയിപ്പോൾ ഉള്ളത് ബോണ്ടിക് അക്വേറിയം. അപ്പോൾ ഇനിയിപ്പോൾ അത് കൂടെ എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് കാണാമല്ലോ. സൈസിലാണ്. കൈ കിട്ടുക. കുറേ ഈ ഫോറസ്റ്റ് തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കുറേ സാധനങ്ങളൊക്കെ. മൊത്തത്തിലൊരു കാടിൻ്റെ ഒരു പ്രതീതിയാണ്. അക്വേറിയം കഴിഞ്ഞ് ഇനി സ്കൈ വാക്കിലേക്ക് പോവാണ്. 6th ഫ്ലോർ. സ്കൈ വാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ അങ്ങനെ